നമ്മുടെ ട്രിവാൻഡ്രത്ത് ലേറ്റസ്റ്റ് ആയി സെയിലിൽ വന്നിട്ടുള്ള അതിമനോഹരമായ ഒരു 4 BHK വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഓരോ സ്പേസസും അത്രയും ബ്യൂട്ടിഫുള്ളും ലക്ഷൂറിയസും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടെ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അറിയുന്നതിനെ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീടിന്റെ ലൊക്കേഷൻ വരുന്നത്. 4.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു യൂണിറ്റി റൂം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം കാട്ടാക്കട മെയിൻ റോഡിൽ നിന്നും വെറും ഒരു 100 മീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. ഈ വർക്ക് നടക്കുന്ന ഒരു ഏരിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ വീടിന്റെ മുന്നിൽ കാണുന്ന റോഡ് മുഴുവനായും ഉടനെ തന്നെ ടാർ ചെയ്യുന്നതാണ്. ഇതിന്റെ തൊട്ട് സൈഡിലായി തന്നെ ഇതേ വില്ല പ്രോജക്റ്റിന്റെ 20ഓളം വീടുകൾ കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്ത് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് വന്ന് നോക്കിയാലേ ഈ ഒരു പ്രൊജക്ടിന്റെ പ്രീമിയം ഫീൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വിശാലമായ ഒരു മുറ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മുഴുവനായും കല്ലുകളും പുല്ലുകളും ഒക്കെ പായിക്കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയി കിണറും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് കൂടാതെ പൈപ്പ് ലൈൻ കണക്ഷനും അവൈലബിൾ ആണ്. അതുപോലെ മുറ്റത്ത് തന്നെ പല സ്ഥലങ്ങളിലായി ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രോസസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ക്വാളിറ്റി തന്നെയാണ്. ഈ ഗേറ്റ് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവും. വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് സുപ്രീം ക്വാളിറ്റിയിലുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയാണ്. മുറ്റത്ത് തന്നെ കാർപോർച്ചിൽ ഉൾപ്പെടെ 2 കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ബാൽക്കണിയുടെ സ്പേസ് ആണ്. നിങ്ങൾ അത് കാണുന്നത് വരെ വെയിറ്റ് ചെയ്ത് എന്തായാലും സർപ്രൈസ് ആവും. എല്ലാ വീടുകളെ പോലും സിറ്റ് ഔട്ട് ഏരിയ മാത്രമല്ല, വീടിന്റെ ഫ്രണ്ട് ഫുൾ എക്സ്റ്റീരിയർ മുഴുവനായും ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് വന്നാലും അത്യാവശ്യം വലിയൊരു ഫ്ലോർ സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് ഡോർ ഉൾപ്പെടെ വീടിനുള്ള എല്ലാ വുഡ് വർക്സിനും തേക്ക്, പ്ലാവ്, ആഞ്ഞിലി തടികളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഗ്രൗണ്ട് ഫ്ലോർ ഹോളിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടെ നമുക്ക് ലിവിംഗ് സ്പേസ് ഉണ്ട്, ഡൈനിങ് സ്പേസ് ഉണ്ട്, പിന്നെ ഫോയർ ഏരിയ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഈ ഒരു പോർഷനും അവൈലബിൾ ആണ്. കയറി വരുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ചെടികളും നാച്ചുറൽ ലൈറ്റിംഗും ബ്യൂട്ടിഫുൾ ഇന്റീരിയർ വർക്സും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വീട്ടിലെ ആളുകൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യങ്ങളാണ്. ഏകദേശം 12x12 ഫീറ്റ് ഡയമെൻഷനിൽ വിശാലമായ ഒരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോമൺ ഏരിയയ്ക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെയാണിത്. ഇവിടെ തന്നെ ഓപ്പൺ ആയിക്കൊണ്ട് ലിവിംഗ് സ്പേസിലേക്ക് പോകാൻ കഴിയും. എത്ര മനോഹരമായി അട്രാക്റ്റീവ് ആയിട്ടാണ് ഓരോ സൈഡുകളും ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കിയേ. ഫോൾ സീലിംഗ് വർക്സ് ആയാലും പ്രൊഫൈൽ ലൈറ്റിംഗ് ആയാലും വോൾ പെയിന്റിംഗ് ആയാലും ഒന്നിനൊന്നിനും മെച്ചമെന്ന് തന്നെ പറയാൻ കഴിയും. ഇനി ഒരു TV യൂണിറ്റിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ വോൾ മുഴുവനായും ACP പാനലിംഗ് ചെയ്തിരിക്കുകയാണ്. അതിനോടൊപ്പം ഇതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള ഷെൽഫുകളും ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഹൗസ് പ്ലാന്റ് തന്നെയാണ് മറ്റൊരു പ്രത്യേകത. വീടിനുള്ള ഓരോ സ്പേസസും തമ്മിൽ ഒരു ബാരിയർ ഉള്ളതായിട്ടേ തോന്നൂല. ഫുള്ളി ഒരു ഓപ്പൺ സ്പേസ് എന്നൊരു ഫീൽ തരുന്ന ഒരു വീട് തന്നെയാണിത്. അടുത്തിന് ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള ഡൈനിങ് സ്പേസ് ഏരിയ. ഇവിടെ മാത്രമല്ല വീടിനുള്ള എല്ലാ സ്പേസസിലും ഇതുപോലെ മനോഹരമായ ഇന്റീരിയർ വർക്സും ഫോൾ സീലിംഗ് വർക്സും തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 12x8 ഫീറ്റ് ഡയമെൻഷൻ വരുന്ന ഈ ഒരു ഡൈനിങ് സ്പേസ് ഏരിയയിൽ ഒരു 6 സീറ്റ് ഡൈനിങ് ടേബിൾ ഒക്കെ വളരെ ഈസി ആയി തന്നെ പ്ലേസ് ചെയ്യാൻ കഴിയും. ഈ കാണുന്നതാണ് വീടിന്റെ ആ ഒരു മോഡൽ ഓപ്പൺ കിച്ചൺ. അതിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപായി ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം ഒന്ന് കാണിച്ചു തരാം. വീടിനുള്ളിലെ 4 ബെഡ്റൂംസും ഇത്രയും തന്നെ ബ്യൂട്ടിഫുളുമായും സിമിലർ സ്പെസിഫിക്കേഷൻസിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂംസുമാണ് കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ. എന്നാൽ ഈ 4 ബെഡ്റൂംസിലും ഇതേ വാർഡ്രോബും ഫോൾ സീലിംഗ് വർക്സും ഇന്റീരിയർ വർക്സും അറ്റാച്ച്ഡ് ബാത്റൂംസും അവൈലബിൾ ആണ്. ഏകദേശം 13x13 ഫീറ്റ് ഡയമെൻഷൻ വരുന്ന ഈ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ കാണുന്നത് പോലെ എല്ലാത്തരം പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിക്ഷേഴ്സിനും സൊമാനിയുടെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാത്തരം മോഡേൺ അമ്യൂണിറ്റീസും ബാത്റൂംസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നത് പോലെ തികച്ചും ബ്യൂട്ടിഫുൾ ആയ മോഡേൺ ഓപ്പൺ കിച്ചൺ തന്നെയാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. ഒരു യു ഷേപ്ഡ് കൗണ്ടർ സ്ലാബും സിങ്ക്, സ്മോക്ക് അസിസ്റ്റാനുള്ള ചിമ്മിനിയും 3 ബർണർ കുക്ക് ടോപ്പും അങ്ങനെ വേണ്ട എല്ലാതരം അമ്യൂണിറ്റീസും കിച്ചണിലും അവൈലബിൾ ആണ്. താഴെയും മുകളിലുമായി ധാരാളം സ്റ്റോറേജ് ഓപ്ഷനായി കൊടുത്തിട്ടുള്ള ക്യാബിനറ്റ്സ് എല്ലാം തന്നെ മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തവയാണ്. ഇവിടെ കൂടി തീരുന്നില്ല, തൊട്ടടുത്തായിട്ട് ഒരു വർക്ക് ഏരിയ എന്ന് പറയാൻ കഴിയുന്ന ഒരു പോർഷൻ അവൈലബിൾ ആണ്. ഇവിടെയും സിമിലർ ആയ ഫെസിലിറ്റീസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞ് ബാക്കേഡിലേക്ക് വരുമ്പോൾ ഇവിടെയും മറ്റൊരു വർക്ക് ഏരിയയുടെ വർക്ക് നടക്കുകയാണ്. ഇവിടെ തന്നെ ഒരു വാഷിംഗ് ഏരിയയും നനകല്ലും വേസ്റ്റ് ഒക്കെ ഇൻസിനറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസും ഒക്കെ തന്നെ പ്രൊവൈഡ് ആണ്. ഇനി നമ്മൾ ആദ്യമേ കണ്ട വീടിനുള്ളിൽ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയ സ്പേസ് എന്ന് പറയാൻ കഴിയുന്ന ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയിലൂടെ വേണം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ. അതിന് മുന്നേ സ്റ്റെയർ കേസിലൂടെ താഴേക്ക് വന്നാൽ ഇവിടെയും ചെറിയ സ്റ്റോറേജ് ഓപ്ഷൻസും ഇൻവെർട്ടർ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നത് പോലെ ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയും തീർത്തും ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് ആയി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡിസൈനർ ഷാൻലിയർ ലൈറ്റ്സ് ആയാലും വോൾ പെയിന്റിംഗ് ആയാലും എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരാം. ഫസ്റ്റ് ഫ്ലോർ ആണ് നിങ്ങൾ കാണേണ്ടത്. ഇവിടെ 3 ബെഡ്റൂംസും 3 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു യൂട്ടിലിറ്റി റൂമും ഒരു വളരെ വിശാലമായ വീടിന്റെ തന്നെ പകുതിയോളം സ്പേസ് എന്ന് തോന്നിക്കുന്ന ബാൽക്കണി സ്പേസ് ഏരിയയും അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിലെ 3 ബെഡ്റൂംസും ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതിന് സിമിലർ സൈസിലും സിമിലർ സ്പെസിഫിക്കേഷൻസും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് വരുന്നത്. വീട് വരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും കൊടുത്തിട്ടുണ്ടാവും. 24/7 ഫ്രീക്വന്റ് ബസ് റൂട്ട്സ് അവൈലബിൾ ആയ തിരുവനന്തപുരം കാട്ടാക്കട മെയിൻ റോഡിൽ നിന്നും വെറും ഒരു 100-150 മീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. ഈ ഒരു വോക്കബിൾ ഡിസ്റ്റൻസ് നടന്നു ചെന്നാൽ തന്നെ അവിടെ ബസ് സ്റ്റോപ്പും അവൈലബിൾ ആണ്. അതുകൂടാതെ മറ്റെല്ലാത്തരം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ
സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി എത്രത്തോളം വാല്യൂബിൾ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വില്ല പ്രോജക്റ്റിന് തന്നെ ഫേസ് 1-ൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 20ഓളം വീടുകൾ പെട്ടെന്ന് ചൂടപ്പം പോലെ തന്നെയാണ് വിറ്റുപോയത്. അപ്പോൾ തന്നെ ഈ ഒരു ലൊക്കാലിറ്റിയുടെ ഡിമാൻഡ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ വീടും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് വിറ്റുപോകും. അതിന് മുന്നേ ഫോൺ എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തു. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു യൂട്ടിലിറ്റി റൂം. വേണമെങ്കിൽ ഒരു സ്റ്റോറേജ് റൂമാക്കി യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനോടൊപ്പം തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ നിന്നുള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയ ബാൽക്കണി സ്പേസ് ഏരിയ ആണ്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വീടിന്റെ ഒരു ഹാഫ് പോർഷൻ വരുന്ന രീതിയിലാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. അത്രത്തോളം സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഈ കാണുന്നത് പോലെ ഈവനിംഗ് സ്റ്റേ ഒക്കെ നമുക്ക് ഇവിടെ വന്നിരുന്ന് ആസ്വദിക്കാം. ഫ്രണ്ട്സ് ഫാമിലിയുമായിട്ട് ഒരു ചായ കുടിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ. പിന്നെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഡീൽ മിസ്സാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോയതാണ്. അതിന് കാരണം ഇത്രയും സുപ്രീം ബിൽഡ് ക്വാളിറ്റിയിൽ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച 4.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഈ ഒരു കിടുക്കാച്ചി 4BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 85 lakhs മാത്രമാണ്. ഈ സ്ലൈലി നെഗോഷ്യബിളും കൂടെയാണ്. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും വീഡിയോ വിസിറ്റ് ചെയ്യാനുമായി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോ. ഇതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടീസോ വീടുകളോ ഞങ്ങളുടെ പരസ്യത്തിൽ വിൽക്കുവാൻ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.